സാധാരണ രീതിയിൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ ഇടാറില്ല. മേജറായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിനകത്ത് നടന്നാൽ മാത്രമേ ഞാനിങ്ങനെ ഒന്ന് സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ രാവിലെ ലൈവ് കണ്ടവർക്കറിയാം, ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ ഈ സീസണിൻ്റെ തുടക്കം തന്നെ ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അത് ഷാനവാസായിട്ട് റിവീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനവാസ് തന്നെ അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അക്ബറിനോട് പുറത്തിരുന്ന്, അന്ന് അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റ് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവർക്കും നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇൻ ഡീറ്റെയിൽ ഡെപ്തായിട്ടല്ലെങ്കിൽ പോലും അയാൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമുണ്ട് എന്നും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്ക് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും അപ്പോൾ അതൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അന്ന് അക്ബറിനോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ അക്ബർ ആണെന്നുണ്ടെങ്കിലും ഷാനവാസിനോട് അങ്ങനെ കയറി ഹിറ്റ് ചെയ്യാറില്ല. കാരണം അത് അക്ബറിനോട് നേരിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹിറ്റിങ്ങിന് അക്ബർ പോയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ TTF അടക്കമുള്ള ഗെയിമുകൾ എടുത്ത് നോക്കുമ്പോൾ പല ഗെയിമുകളിലും ഷാനവാസ് മാറി നിൽക്കാൻ കാരണം ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഷാനവാസിന് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഷാനവാസിന് ഇങ്ങനത്തെ ഫിസിക്കൽ ടാസ്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഷാനവാസിനെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ ചെയ്തിട്ട് ഷാനവാസ് അങ്ങോട്ട് നീങ്ങും. പറ്റാത്ത കാര്യങ്ങളാണ്, ഓവർ റിസ്ക് എടുക്കുന്ന പരിപാടികളാണ്, മണിക്കൂറുകളോളം നീണ്ടു പോകുന്ന എൻഡ്യൂറൻസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഷാനവാസ് മെല്ലെ മാറിപ്പോകും. കാരണം അയാൾക്ക് ഹെൽത്ത് റിസ്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെ മുതൽ ഈ നെവിൻ, ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. നെവിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ പീക്ക് പ്രൊവോക്കേഷൻ ഗെയിമാണ്. പീക്ക് പ്രൊവോക്കേഷൻ. 1-2 റീസൺസ് ഉണ്ട് അതിന്. ഒന്ന്, വീട്ടുകാരടക്കം പലരും വന്നു പോയപ്പോൾ അവരൊക്കെ നെവിനോടുള്ളൊരു ഇഷ്ടം, ഫേവറിറ്റിസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട് നെവിന്. ഓക്കെ, പിന്നെ നെവിന് മനസ്സിലായ വേറൊരു കാര്യം, വീട്ടിനകത്ത് അനുമോൾ എന്ന് പറഞ്ഞൊരാളാണ് അവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ള ഒരാളെന്നുള്ളത് വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ നെവിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെവിൻ അനുമോക്കൊരു വില്ലനായിട്ട് പോയി കഴിഞ്ഞാൽ, അനുമോളെ ഒരാളെ എല്ലാവരും 100-ൽ 100 പേര് ഒരാളെ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 പേര് ഈ പറഞ്ഞ അനുമോളെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അവരുടെ ഒരു വോട്ട് ബാങ്ക് ആർക്ക് കിട്ടും? നെവിന് കിട്ടും. അത് മനസ്സിലാക്കിയ നെവിൻ അങ്ങോട്ട് തുടങ്ങുകയാണ്, അഴിച്ചു വിടുകയാണെങ്കിൽ. ഞാൻ ഈ ലാസ്റ്റത്തെ ആഴ്ചകളിൽ ഇതേപോലെ കണ്ടൻറ്റുകൾ അഴിച്ചു വിടുന്നവർക്ക് ഗുഡ് ഓർ ബാഡ് അവർക്കൊരു സപ്പോർട്ട് കയറും. നെവിൻ ഓബിയസ്ലി ഇത് അനുമോക്കെതിരെയും കൂടി ആവുന്നത് കൊണ്ട് നെവിൻ എന്താണെങ്കിലും ഒരു വോട്ട് ബാങ്ക് അവിടെ കയറുന്നുള്ളത് നെവിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നെവിൻ അനുമോക്കെതിരെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പാത്രം കഴുകുന്ന വെസൽ ടീമിൻ്റെ ഇഷ്യൂ ആയിട്ട് പരിപാടികൾ തുടങ്ങുന്നു. അക്ബറും ആര്യനും ഇവരൊക്കെ പാത്രം എടുത്ത് കാണിക്കുന്നു, വൃത്തിയില്ല എന്ന് പറയുന്നു, കഴുകിയത് ശരിയായില്ല എന്ന് പറയുന്നു. ഫുഡ് അതുകൊണ്ട് തന്നെ വെക്കും. കാരണം ഇന്നലെ അവർ 2 നേരെ ഫുഡ് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അവർക്ക് നേരെ തിരിഞ്ഞപ്പോൾ ഇവരെടുത്ത പണി ഇങ്ങനത്തെ പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഈ സാധനങ്ങൾ എടുത്ത് കാണിച്ച് ക്യാമറയിൽ അതിൻ്റെ കുറച്ച് ക്ലോസേ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അതൊക്കെ കാണിക്കുന്നത് ഇനി എപ്പിസോഡ്സിലായിരിക്കും, ക്ലോസ് ക്യാമറ വിഷ്വൽസൊക്കെ. അങ്ങനെ ഷാനവാസ് അതിൻ്റെ ക്യാപ്റ്റൻ അല്ല, വെസൽ ടീമിൻ്റെ അനുമോളാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഓബിയസ്ലി അനുമോൾ അവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അനുമോൾ ചെയ്യുന്നില്ല, അനുമോൾ ചെയ്യില്ല, ചെയ്യാൻ സൗകര്യമില്ല, അനുമോൾ അവിടെ ഇരുന്ന്. അപ്പോൾ ഷാനവാസ് വരുന്നു, ഇടയ്ക്ക് പാത്രം എടുക്കുന്നു, കാണിക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റിൽ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. നൂറ അതിനകത്ത് കയറി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ കുറേ ഭക്ഷണ സാധനമായിട്ട് ഇവർ പോയി, പാലും ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആര്യനും അക്ബറും ടീമും പോവുകയാണ്. ഈ ടൈമിലാണ് ഷാനവാസ് വരുന്നത്. ഷാനവാസ് രാവിലെ മുതൽ ഈ പറഞ്ഞ പാത്രത്തിൻ്റെ ഇതുമായിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഷാനവാസ് കുറച്ചുകൂടി കൂളായിട്ടാണ് ഈ പ്രൊവോക്കേഷൻ കൊണ്ടു നടന്നതെന്നുണ്ടെങ്കിൽ, ഇന്ന് ഷാനവാസ് ഈ ഒരു സാധനത്തിലേക്ക് വന്ന് വീണ ഉടനെ ഷാനവാസ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഷാനവാസിനോട് നെവിൻ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളത്. നെവിൻ അനുമോളെടുത്ത് വെള്ളം കോരി ഒഴിക്കുന്നു, അവർ ഫിസിക്കലി പോകുന്നു, അവർ വെർബലി പോകുന്നു. അത് വേറൊരു സാധനം അതിനകത്ത് ലൈൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് വിഷ്വൽസ് നമുക്ക് എപ്പിസോഡ്സിലെ അവർ കാണിക്കും. ലൈവിൽ നമുക്ക് കണ്ടത് വെച്ചിട്ട് അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ അത് ഊഹിക്കാനേ നമുക്ക് പറ്റും. ഡെഫിനറ്റ്ലി അവിടെ പാല് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ആ പാലിൻ്റെ സാധനം ഇങ്ങനെ എടുത്തിട്ട് എറിഞ്ഞ ഉടനെ തന്നെ ഷാനവാസ് അവിടെ നിലത്തി ഇരുന്നിട്ടുമുണ്ട്. ഓക്കെ, ഒരു ഇൻസൾട്ട് കൊണ്ട് വന്ന ഒരു പാനിക് സർജ് ആണോ എന്നുള്ളത് അറിയില്ല. ഒരാൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ, ഓൾറെഡി ഹേർട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഉള്ള ഒരാൾക്കാകുമ്പോൾ അയാൾക്ക് പാനിക് അയാൾ ആകെ സീനാവും.
അതുകൊണ്ട് വന്ന അല്ലെങ്കിൽ കുറേ സംസാരിച്ചത് കൊണ്ട് വന്നൊരു വിഷയമാണോ എന്നറിയില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഫുഡ് ഉണ്ടാക്കാൻ വഴുകുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ഫുഡ് ചോദിച്ച് നടക്കുന്നുണ്ട്. മേ ബി മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഗ്യാസ് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. മരുന്ന് കഴിക്കുന്നതും ഗ്യാസ് ഇഷ്യൂസും ഫുഡ് ലേറ്റ് ആവുന്നതും പിന്നെ ഈ മെൻ്റലി ഉള്ള ഈ സംഗതി എല്ലാം കൂടിയായിട്ട് ഇതേപോലെ ക്രിട്ടിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ബേസിക്കലി ഇങ്ങനത്തെ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഹിറ്റ് ചെയ്യാം. അങ്ങനെ ഹിറ്റ് ചെയ്തതാണോ എന്നറിയില്ല. എന്താണെങ്കിലും നെവിനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് തിരിച്ചു വരട്ടെ, ഷാനവാസ് ഹോസ്പിറ്റലിലാണ്, തിരിച്ചു വന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് നെവിനോട് പറഞ്ഞത്. അത് കേട്ട നെവിൻ പുറത്ത് വന്നിട്ട് അക്ബറിനോട് അടുക്കളയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് തീരുമാനം എടുത്താലും എനിക്ക് കുഴപ്പമില്ല, ഗെയിമിൻ്റെ ഭാഗം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനത്തിന് ഞാൻ മനഃപൂർവ്വം ആരെയും അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നെവിൻ അവിടെ കിടന്ന് കുഴപ്പമില്ല, വീട് പോവുകയാണെങ്കിൽ പോവാം, അങ്ങനത്തെ രീതിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നെവിൻ. ഓക്കെ, വോട്ടവർ, ആ സൈഡൊക്കെ അവിടെ നിൽക്കാം. ഇന്നുണ്ടായ സംഭവങ്ങൾ ഓക്കെ, അതിൻ്റെ ആ ഒരു ഇന്ന് ലൈവ് കണ്ടൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. 3 പേരെ വെച്ച് ബാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കും. കയ്യാങ്കളി വേണ്ട, കയ്യാങ്കളി വേണ്ട. ഷാനവാസ്, നെവിൻ, എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. എക്സ്ക്യൂസ് മീ, ഇത് കണ്ടിട്ട് എന്നെ ഫിസിക്കൽ അസോൾട്ട് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ഇത്രേ പ്ലേ ചെയ്യുന്നുള്ളൂ. ബാക്കി എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പിസോഡ്സിൽ കാണാം. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എടുത്ത് പറയാനുള്ളത്. അക്ബറിനോട് ഷാനവാസ് ഓൾറെഡി ഈ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരാളവിടെ ഹാർട്ടിൽ പിടിച്ച് വീഴുകയാണ്. ഓക്കെ, അവിടെ അത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായി, അയാൾ നെഞ്ചിൽ പിടിച്ച് വീഴുന്ന സമയത്ത് അത് നെവിൻ നാടകമാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട്. അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് അക്ബർ ഇത് നാടകമാണെന്ന് പറഞ്ഞത് ഒട്ടും എനിക്കത് ആക്സെപ്റ്റബിൾ അല്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരാൾ വയ്യാതെ വീണ് കഴിഞ്ഞാൽ ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ എന്താണെന്ന് പോയി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം, കാണുന്ന വ്യൂവേഴ്സിൽ പലർക്കും ഷാനവാസ് ഇത് നാടകമാണോ, അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ഇപ്പോൾ ഫുട്ബോളിലൊക്കെ ഉണ്ടല്ലോ, അടുത്തു കൂടി പോയി തന്നെ ആട് വീണ് മറിഞ്ഞ് നെയ്മർ പരിപാടി, ഈ പണി കാണിച്ചതാണോ എന്നൊക്കെ ചിലർക്ക് എന്ത് ചെയ്യാം ഒരു തോന്നൽ വരാം. അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ വീടിനകത്ത് ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ അറിയുന്ന ഒരാൾക്ക് അയാൾ നെഞ്ച് പിടിച്ചിരുന്ന സമയത്ത് അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഗതി വന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ നെവിന് ഈ സംഗതികളൊക്കെ എന്താ പറയുക, ഒരു പ്രൊവോക്കേഷൻ സാധനം ചെയ്ത് നെവിൻ അങ്ങനെ ആ നാടകമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു ലൈൻ ഓൾറെഡി പിടിച്ചതുകൊണ്ട് നെവിൻ എന്ത് രീതിയിലുള്ള സാധനങ്ങളും അവിടെ എടുത്തടിച്ചാലും അതൊക്കെ നെവിൻ്റെ നമ്മളെ ഉണ്ട് ഉണ്ട്, അയാൾ ചെയ്യുന്നുള്ളത് നമുക്ക് എന്താണ് അറിയാം. പക്ഷേ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സാധനങ്ങൾ നോട്ട് ആക്സെപ്റ്റബിൾ. അത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, അത് ഞാൻ ആദ്യം പറഞ്ഞേക്കും. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു കോർ സാധനം ഞാൻ പറഞ്ഞുതരാം. ഷാനവാസിന് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണെന്നുള്ളത് ഷാനവാസിന് പറയാം. ഷാനവാസ് ഗെയിമുകളിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. ചില വെർബലി പോകുന്ന പരിപാടികളിൽ ഷാനവാസ് കുറേ ഫണ്ണായിട്ട്, അല്ലെങ്കിൽ ഷാനവാസ് ചില സമയത്തൊക്കെ ഭയങ്കര ബോഡി ലാംഗ്വേജ് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആണ് ഷാനവാസിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ഇതൊക്കെ ഷാനവാസ് സത്യത്തിൽ അങ്ങോട്ട് ഹൈപ്പർ ആവാതെ സ്വയം കൂളാവാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഭയങ്കര ഹൈപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഷാനവാസിന് ഹാർട്ട് ബീറ്റ് കൂടും, അത് വിഷയങ്ങളാവും. ഷാനവാസ് ശരിക്കും ടേക്ക് കെയർ ചെയ്യണം. ഒന്നാമത് ഈ ഷോയിൽ ഇതിനു മുമ്പും സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പലരും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ഒരാളാണ്, ലോ ഷുഗറിൻ്റെ ഭയങ്കര സീനുള്ള ഒരാളാണ്. അവിടെ പോയി സർവൈവ് ചെയ്യുമ്പോൾ പല സാഹചര്യത്തിലും നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ച് തിന്നാറുണ്ട്, പഞ്ചസാരയും ദോശയും മാത്രം എടുത്ത്. അപ്പോൾ നമ്മളെ ഹെൽത്ത് കീപ്പ് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് നമുക്കാണ്, നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. പിന്നെ മനുഷ്യൻ്റെ ഹെൽത്താണ്, ചിലപ്പോൾ നമ്മളെ മൈൻഡും ബോഡിയും ഒന്നും കൺട്രോളിലിരിക്കില്ല, എപ്പോഴും അത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നില്ല. ചില സിറ്റുവേഷൻസിൽ അത് കൈവിട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇവിടെ അതാണ് തോന്നിച്ചാൽ മാക്സിമം അക്ബർ ഈ പറഞ്ഞ ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ട് വീടിനകത്ത് ഈ സംഗതി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അയാൾക്കത് കയ്യിൽ നിന്ന് പോയി. അയാൾ എന്താണെങ്കിലും
ഹെൽത്ത് റിക്കവറായി തിരിച്ചു വരും. ഇപ്പോൾ ഈ നെവിൻ പറഞ്ഞ പോലെ 24 മണിക്കൂർ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിനാണ് പുറത്താവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ 24 മണിക്കൂർ പുറത്തു പോയ ഒരാളാണ്. എനിക്ക് ബാക്കിൽ ഡിസ്ക് വലിച്ച് വന്ന സമയത്ത് ഇന്നെ പുറത്തു കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് തന്ന് ഇന്നെ 1.5 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് എന്നെ അകത്ത് വിടുന്നത്. സിജു അതേമാതിരി പുറത്ത് പോയിട്ട് അകത്ത് വന്ന ഒരാളാണ്. സിജുവിനെ കുറച്ച് വലിയ ടൈമാണ്, ലോങ് ടൈം എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് അഖിൽമാരാർ പുറത്ത് പോയി തിരിച്ചു വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് അങ്ങനെ ഷോ ഒന്നും പുറത്തു പോകുന്നില്ല. അല്ലെങ്കിൽ അതിൽ അത്രയും ക്രിട്ടിക്കലാണ്. ഇപ്പോൾ പൂജയ്ക്കൊക്കെ ഉണ്ടായ പോലെ ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല, റിനോവേഷൻ ഉണ്ടായിട്ട് അങ്ങനെ കുറേ ആളുകളുണ്ട്. ഒട്ടും അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ. അവർക്ക് റിക്കവറി ടൈം കൂടുതലെടുക്കും. ഇനി അല്ലെങ്കിൽ വീടിനകത്ത് വന്നാലും അവർക്ക് ഇത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കംപ്ലീറ്റ്ലി പുറത്തു പോകുന്നുള്ളൂ. അപ്പോൾ ഷാനവാസ് കംപ്ലീറ്റ്ലി പുറത്തു പോയി. ഒബ്സർവേഷൻ ആയിരിക്കും ഷാനവാസിനെ മാക്സിമം. ഇന്ന് ബിഗ് ബോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒബ്സർവേഷനാണ്. കാരണം അവർക്ക് എന്താണ് ബോഡി വൈറ്റാലിറ്റീസ്, എന്താണ് ഇങ്ങനെ പോകുന്നത്, എന്താ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ. ഓക്കെ. പിന്നെ ഈ വിഷയത്തിനകത്ത് ഇവരുടെയൊക്കെ ഒരു സ്റ്റാൻഡ്, ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും പ്രശ്നങ്ങൾ തോന്നും. ഇപ്പം നെവിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പാറ്റേൺ, എക്സ്ട്രീം പ്രൊവോക്കിംഗ് പാറ്റേൺ, എക്സ്ട്രീം ബുള്ളിങ് പാറ്റേൺ ഇനി മലയാളികൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ ബിഗ് ബോസിൽ. കാരണം നിങ്ങൾ സീസൺ 1 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്ക്. ഓരോ സീസണിലും ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. സീസൺ 1 മുതൽ സീസൺ 6 വരെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത്രയല്ല, സീസൺ 6 വരെ ഇല്ല, സീസൺ ഒരു 4-3 വരെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് അഗ്രസീവായിട്ട് രണ്ടുപേര് തമ്മിൽ പോയാൽ തന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് മാറ്റാറുണ്ട്. 5-6 ഇപ്പം ഈ 7-ലൊക്കെ രണ്ടുപേര് തമ്മിൽ ഷോൾഡർ കൊണ്ട് പുഷ് ചെയ്താലോ കൈകൊണ്ട് മാന്തിയാലോ അടിച്ചാലോ അടക്കം ബിഗ് ബോസ് എന്ത് ചെയ്യുന്നില്ല, ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ സാധനം എടുക്കുന്നില്ല. കണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോലും അത് ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് അങ്ങോട്ട് വെച്ച് വേറെ ആളെ പുറത്താക്കാൻ നോക്കുന്നില്ല. സോ ഗെയിം ഇവോൾവ് ചെയ്യണം. ഗെയിം ഇവോൾവ് ചെയ്യുമ്പോൾ നെവിൻ്റെ പാറ്റേൺ വളരെ ചൊറിയായിരിക്കും, വളരെ വൃത്തികേടായിരിക്കും, വളരെ വേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് നെവിനെ കണ്ട അടിച്ച് കരണം പൊട്ടിക്കാൻ തോന്നും. ആ രീതിയിലുള്ള എക്സ്ട്രീം പ്രൊവോക്കേഷനാണ് നെവിൻ അതിനകത്ത് ചെയ്യുന്നത്. പക്ഷേ ഇനിയുള്ള സീസണുകളിൽ മലയാളികൾ ഇതിന് പ്രിപ്പയർ ആയേ പറ്റൂ. ബിഗ് ബോസിനകത്ത് ഇനി സീസണിൽ വരുന്ന കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഇറ്റ്സെൽഫ് ആളുകളുടെ ഈ പ്രൊവോക്കേഷൻ, ആളുകളുടെ ഈ ചൊറിത്തരം, ഇതിനൊന്നും ഇടയിൽ കയറി നിന്നിട്ട് ഇങ്ങോട്ട് മാറിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇനി പറയാൻ പോകുന്നില്ല. ഈ ഗെയിം ഇവോൾവ് ആയി മുന്നോട്ട് വർഷങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ഈ ഹിന്ദിയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോഴൊക്കെ വന്ന് നിൽക്കുന്ന ഹിന്ദിയുടെ സ്റ്റാൻഡേർഡ്സിലേക്കൊക്കെ ഒരു 5-6 വർഷം കൊണ്ട് മലയാളം മാറും. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നോർമലൈസ് ആവും, അത് നോർമലാവും. അതിനകത്ത് ബിഗ് ബോസിനകത്ത് നോർമൽ കാര്യങ്ങളായിട്ട് മാറും. ഈ പാറ്റേണിനോട്, ഈ ഗെയിമിനോട് മലയാളികളായ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അഡാപ്റ്റഡ് അല്ല. അതുകൊണ്ട് നെവിൻ്റെ കുറേ കാര്യങ്ങളൊന്നും മോസ്റ്റ് മെജോറിറ്റിക്കും പറ്റില്ല. ഓക്കെ. പിന്നെ നെവിൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നിപ്പോൾ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞ് ഷാനവാസിൻ്റെ മേത്ത് കൂടി പാലൊഴിച്ച് വിട്ട പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ചെറ്റത്തരാണ്. മനസ്സിലായോ? ഇന്നലെ ഷാനവാസ് പറഞ്ഞത് ചെറ്റത്തരാണത്. അതിലൊന്നും പറയാനില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ്. ഇതിനകത്ത് ഒരു കാർഡ് ഇടേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയി നമുക്ക് പറയാൻ പറ്റും അത് വൃത്തികേടാണ്, തെണ്ടിത്തരമാണ്. പിന്നെ പ്രൊവോക്കേഷൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കാരണം ബിഗ് ബോസിൻ്റെ റൂൾസിനകത്ത് പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ പ്രൊവോക്ക് ചെയ്യും. ഓക്കെ, പ്രൊവോക്ക് ഭയങ്കരമായിട്ട് ചെയ്യും. പിന്നെ ഇന്നുണ്ടായ സിറ്റുവേഷനിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഇവോൾവ് ആയത്? ഇവിടെ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഈ ഷാനവാസിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു കൈയുണ്ട്. കാരണം ഇന്ന് രാവിലെ മുതൽ ആ പാത്രം കഴുകാത്ത സിനി വാശിപ്പുറത്താണ് അനുമോളത് കഴുകാതിരുന്നത്. ഓക്കെ, ഷാനവാസ് ആണെങ്കിലും അനുമോളാണ് ക്യാപ്റ്റൻ എന്നുള്ള വാശിക്ക് ഷാനവാസ് കൊടുക്കുന്നു. അനുമോൾ ചത്താലും കഴുകില്ല എന്നുള്ള സ്റ്റാൻഡ്. അനുമോൾ അവിടെ സോഫയെ പോയിട്ടൊരു ഇരുത്തരുന്നു. ഇത്രയൊക്കെ പറയുന്ന ആളുകളാണ്. ഒന്ന് കഴുകി വെച്ചാൽ മതി. ഇവർക്കും കഴുകാം, അക്ബറിൻ്റെ ടീമിനും ആര്യനും നെവിനും ഇത് കഴുകാം, അവരും കഴുകിയില്ല. അത് ആരും കഴുകുന്നില്ല, ഒരു മനുഷ്യൻ കഴുകുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു നൈസായി സ്കോർ ചെയ്യുന്ന ആരും അറിയും, അനീഷാണ്. ഇന്നിപ്പോൾ അവിടെ ആ തട്ടിയിട്ട പാലും പൊടിയെല്ലാം പോയപ്പോൾ അവിടെ പോയി തുടയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കൈയുണ്ട് ഇതിനകത്ത്. ഞാൻ ഫസ്റ്റ് പറയുന്നത് ഷാനവാസ് ഈ ഹിംസെൽഫ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ച് ഇത് അയാൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബോഡിയും മൈൻഡും കയ്യിലില്ലാത്തൊരവസ്ഥയാണ് ഒരു മനുഷ്യന്. ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ബട്ട് സ്റ്റിൽ അയാൾ നോക്കണം ആ കാര്യം. കാരണം അയാൾക്കൊരു ലൈഫുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട് അയാൾക്ക്. അങ്ങനെയുള്ളൊരു സമയത്ത് അയാൾ സ്വയം ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു എസ്കലേറ്റഡ് സാധനം വരുന്ന സമയത്ത്, ഓക്കെ, എല്ലാവരും ഒരു ഈഗോൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത്
ഇതെല്ലാം കൂടി തീർക്കേണ്ട ഒരു സ്ഥലമല്ല അത്. ഡെഫിനറ്റ്ലി ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു പങ്കുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ഒരു മനുഷ്യനവിടെ വീണ് കിടക്കുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനാണ് അവർ സമയമെടുത്തത്. എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത്. ലാലേട്ടനടക്കം ബിഗ് ബോസിൻ്റെ ടീമടക്കം അതാണ് ചോദിക്കേണ്ടത്. എത്ര നേരം ഷാനവാസ് അവിടെ ഇരുന്നു? എത്ര നേരം? ഷാനവാസിനെ എടുത്ത് നേരെ കൺഫെഷൻ, ബിഗ് ബോസ് ഒറ്റ ആദ്യ അനൗൺസ്മെൻറ്റ് തന്നെ അത് കൺഫെഷൻ റൂമിൽ എത്തണം. കാരണം അയാൾക്ക് ഹാർട്ടിനാണ് പ്രശ്നം, അയാൾ നെഞ്ച് പിടിച്ചായിരിക്കണം. അയാളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഇവർ ഇത്രയും നന്മ മരങ്ങൾ, ഇത്രയും പറയുന്ന ആളുകളുണ്ട് അതിനകത്ത്. എല്ലാവരും വായ തുറന്ന നന്മയാണ് പറയുക. അവിടെ സാബുമാൻ ഉണ്ട്, അനീഷ് ഉണ്ട്, ചുറ്റുവട്ടത്ത് നിന്ന് ആദില, നോറ, അനുമോള്, അപ്പുറത്ത് ഇത് നാടകമാണെന്ന് പറഞ്ഞു പോയ ബാക്കി 3 എണ്ണം. ഇവരെല്ലാവരും അവിടെ നിന്ന് പരസ്പരം അതിനകത്ത് നിന്ന് ഗെയിമാണ് കളിച്ച്, ഗെയിം ഉണ്ടാക്കുകയാണ് അവർ അതിനകത്ത് നിന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഹ്യൂമാനിറ്റി സാധനങ്ങളൊന്നും അവർക്കില്ല, ഗെയിം ഉണ്ടാക്കുകയാണ് അവർ. അനീഷും സാബുമാനും മാത്രമാണ് അതിനകത്ത് നിന്ന് ഒരു ഗെയിം ഉണ്ടാക്കാൻ നോക്കാതെ. ബട്ട് അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മേ ബി ഷാനവാസ് ആയതുകൊണ്ട് 2-3 പേര് ഹെൽപ്പ് വേണ്ടി വരും, അതിന് ബാക്കിയുള്ളവർ നിൽക്കുന്നില്ല. അവിടെ ആദിലും നോറിയും അനുമോളും ബാക്കി ടീമും മറ്റവരെ കുറ്റം പറയുന്നു, അവർ ഇവരെ കുറ്റം പറയുന്നു. ആരിന് അതിനിടയിൽ അനുമോളെ കയറി തട്ടുന്നു, അനുമോള് തൊടണ്ട, ഡോണ്ട് ടച്ച് കൊണ്ട് ബാക്കിയുള്ളവരെ മെക്കെട്ട് പോകുന്നു. ഇതിനകത്ത് കൊടൂരമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്ലെയിം ഗെയിം കളിക്കുമ്പോഴും ഒരാളവിടെ നിലത്ത് വീണത്. ബിഗ് ബോസിന് എത്ര വട്ടം അനൗൺസ് ചെയ്തു അവിടെ ഇരുന്നിട്ട്? എടാ, ഒരാളുടെ ലൈഫാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ നിലത്ത് വീണ് നെഞ്ചും പിടിച്ച് വീണ് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സെക്കൻഡിൽ പിന്നെ ലൈഫിൽ ബാക്കി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഞാൻ പറയില്ല, വായത് തെറിയാ വരിക. ഇത് ഓൾറെഡി ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ഒരാൾ നെഞ്ചും പിടിച്ച് താഴ്ത്തിരിക്കുമ്പോൾ പരസ്പരം കണ്ടന്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് തല്ലുന്ന ഈറ്റങ്ങളുടെ എന്ത് ക്വാളിറ്റിയാന്ന് എനിക്ക് മനസ്സിലാവും. ഒരു പിടുത്തവും കിട്ടുന്നില്ല, കിട്ടുന്നില്ല. ഞാൻ ഈ കണ്ട എല്ലാ സീസണിലും 6 സീസണും നിങ്ങൾ എടുത്തു പോയിക്കോ, ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടക്കേന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എടുത്ത് ഓടും കൺഫെഷൻ റൂമിക്ക്. അതിൽ നാടകമാണെങ്കിൽ പോലും നോക്കാറില്ല, എടുത്ത് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഈ സീസൺ അതായത് പറയാം, മാറ്റങ്ങൾ വരും ബിഗ് ബോസിൽ, ഒരുപാട് മാറ്റങ്ങൾ ബിഗ് ബോസിൽ വരും. കാരണം മനുഷ്യന്മാരുടെ ബിഹേവിയർ ചേഞ്ച് ആവും. ഒരു ഷോ ജയിക്കാൻ വേണ്ടി അവർ ഇത് എക്സ്ട്രീമിൽ വരുമോ? ഈ ഷോന്റെ പ്രത്യേകത എന്താ അറിയും? ഇതിനകത്ത് ഇപ്പം നെവിൻ കളിക്കുന്ന പോലെ കളിച്ചു കഴിഞ്ഞാൽ പറയും ഇതാണ് തെണ്ടിക്കളി, എക്സ്ട്രീം തെണ്ടിക്കളി, വൃത്തികെട്ട കളി എന്ന് പറയും. അനുമോളുടെ ഗെയിം എടുത്ത് വെച്ചാൽ പറയും വിക്ടിംഗ് കാർഡ് കളിച്ച് 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 കരച്ചിൽ കാർഡ് കളിച്ച്, അത് പറയും. നമ്മളൊക്കെ പറയും, ഞാനും പറയും, നിങ്ങളും പറയും, എല്ലാവരും നമ്മൾ പറയും. സാബുമാനെ പോലെ ഒരു സൈഡിൽ സൈലൻ്റായി കുറച്ച് നീറ്റായിട്ട് പോയി കഴിഞ്ഞാൽ പറയും വാഴക്കളി. മനസ്സിലായി? ഒരു സീസണിൽ എന്ത് ചെയ്താലും പ്രശ്നമാണ്, ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. ഒരു കണ്ടന്റിന് വേണ്ടി ഒരു ഗെയിം ലൈന് പിടിച്ചാൽ അത് പ്രശ്നമായിരിക്കും, ഒന്നും പിടിച്ചില്ലെങ്കിൽ അതും പ്രശ്നമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ബിഗ് ബോസ് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നെവിനെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ മുകളിൽ നെവിന് വരാൻ പോകുന്നൊരു ഹെയ്റ്റ് ഭയങ്കരമായിരിക്കും, അക്ബറിന് വരാൻ പോകുന്നൊരു ഹെയ്റ്റ് ഭയങ്കരമായിരിക്കും. ഇതിനകത്തും ഫോക്സ് കുറുക്കനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പോകുന്നത് ആര്യനാണ്. മനസ്സിലായോ? ആര്യൻ ചില ടൈമിൽ ശരിക്കും കുറുക്കൻ കളി കളിക്കും. ആര്യൻ ഈ ടൈമിൽ സാധനം അടിച്ചു. അനുമോളയായിട്ടുള്ള ഒരു തട്ടിയിട്ടുള്ള കൈ കൊണ്ട് തട്ടിയ പരിപാടി മാത്രമാണ് ആര്യൻ ഇതിനകത്ത് അടിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ബിഗ് ബോസ് ആണ്, അവർ അതിനകത്ത് കൃത്യമായി ഹെൽത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിലൊന്നും ആരും ഒന്നും പേടിക്കണ്ട. ഷാനവാസിന് കംപ്ലീറ്റ്ലി റിക്കവറായ അവർ കൊണ്ടുവരും ഷാനവാസിനെ. കാരണം അയാൾക്ക് ഗെയിം കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചും ഗെയിം കളിക്കുക എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. അവർ എല്ലാം നോക്കിയിട്ടേ എടുക്കും. ഇപ്പം നമ്മളുടെ എല്ലാം A to Z ചെക്ക് ചെയ്യും അവർ. അങ്ങനെ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളെ ഗെയിമിക്ക് തന്നെ അവർ സെലക്ട് ചെയ്യൂ. അപ്പോൾ ഷാനവാസിനെ എന്തായാലും സെലക്ട് ചെയ്തു. ഷാനവാസിനെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ കൊണ്ടുപോയി തിരിച്ച് എല്ലാം ഓക്കെ ആക്കി കൃത്യമാക്കിയിട്ട് ബിഗ് ബോസ് കൊണ്ടുവരും. ബാക്കിയൊക്കെ ഷാനവാസിൻ്റെ കയ്യിലാണ്. മനസ്സിലായില്ലേ? പിന്നെ ബാക്കി കണ്ടസ്റ്റൻസ് ഇനി ഷാനവാസിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നൊരു പ്രഷറുണ്ട്. ഇനി ഷാനവാസിന് ഇവരെല്ലാവരും കൂടി ഒരു എന്താ പറയുക പാമ്പറിങ്ങും ഓവർ കെയറും ഷാനവാസിനോട് ഇത് കാണിച്ച് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇനി നമുക്ക് കാണാം മുന്നോട്ട്. ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം അങ്ങനത്തെ എല്ലാ ഐറ്റംസും വരും. അത് എല്ലാവരും പ്രതീക്ഷിച്ചു. ഒരു ഓവർ കെയർ സാധനങ്ങളൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇവിടെ എല്ലാവർക്കും കണ്ടൻ്റാണ് അതിനകത്ത് എന്നുള്ളത്. ഇപ്പോൾ ഈ ആദില നോറ അടക്കമുള്ളവരടക്കം ഈ ഷാനവാസ് മാറുമ്പോൾ ഷോനവാസാണ്,
അമ്മായിക്കളിയാണ്, മറ്റേതാണ്, മറിച്ചാണ് പറഞ്ഞ് നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. നേരിട്ട് മുഖത്ത് നോക്കിയിട്ടും അതിലെ കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് പലതും പറയണം. അപ്പോഴൊക്കെ വരാൻ വേണമെങ്കിൽ ഈ അറ്റാക്ക് അപ്പോഴും വരാം. ഒരാൾക്ക് ഫിസിക്കലി മാത്രം ഇടിച്ചു കുത്തി അങ്ങനെയല്ല, ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാൾക്ക് അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാലും അയാൾക്കത് ഒരു ഇതാവും. അയാൾ എനിക്ക് തോന്നുന്നു ഷാനവാസ് ഇനി അതാണ് പറയാൻ പോകുന്നത്. മേ ബി ഞാൻ എന്ന് പറയുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവൻ എന്നോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എന്നായിരിക്കും ചിലപ്പോൾ ഷാനവാസ് പറയുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിൽ നിന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു ജസ്റ്റ് ഒരു ക്ലൂ പോലെ മേ ബി ഒരു ഫിസിക്കലി സാധനമായിരിക്കണം. മേ ബി ഷാനവാസിനോട് വരുമ്പോൾ നെവിനെ ഇവിടെ നിർത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങളോട് ഇത് ചെയ്ത നെവിനോട് നിങ്ങൾക്ക് ആസ് എ കണ്ടസ്റ്റൻ്റ് എന്താണ് നിങ്ങൾ പറയുന്നത്, ഫിസിക്കൽ അസോൾട്ട് പോലെ നിങ്ങൾക്ക് തോന്നിയോ, അങ്ങനെയാണെങ്കിൽ പുറത്ത് വിടണം. മേ ബി അങ്ങനെ ആയിരിക്കാം. വേറെ ക്യാമറ ആംഗിൾ ചിലപ്പോൾ പാലെറിഞ്ഞ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൈ തട്ട് മേൽ തട്ട് എന്തെങ്കിലും ആയിരിക്കാം. മേ ബി അതും ആവാനുള്ള ചാൻസ് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്, കാരണം നമ്മൾ ആ ക്ലോസ് ആംഗിൾ കണ്ടിട്ടില്ല. ബട്ട് മോറോവർ എനിക്ക് തോന്നിയത് അയാൾക്ക് ആ സിറ്റുവേഷനിലുണ്ടായ അപമാനം അത് അയാൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന, അതും ഫുഡിൻ്റെ ഒരു ഇതും കൂടി ആയതുകൊണ്ട് അത് താങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇപ്പോൾ ലൈവിൽ വീണ്ടും അനീഷിന് ഗ്യാസ് കയറിയിട്ട് അനീഷ് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അനീഷ് നടക്കുന്നുണ്ട്. ഈ ഒരു സീസണിലെ പാറ്റേണിനോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തോന്നേ ഞാൻ പറയുള്ളൂ പ്രേക്ഷകരോട്. നിങ്ങൾ അഡാപ്റ്റ് ചെയ്യും. കാരണം ഇനി വരും സീസണുകളിൽ ഇതിലും എക്സ്ട്രീം ബിഹേവിയർ ഉള്ള കണ്ടസ്റ്റൻസ് വരും. ചിലപ്പോൾ പഠിച്ച് വന്നവർ ആ ഷോയ്ക്ക് 90-100 ദിവസം പ്രിപ്പയറായി വന്ന് ചെയ്യുന്ന പരിപാടികൾ ഈ സീസണിൽ അതാണ്. പ്രിപ്പയറായി വന്ന് ചെയ്യുന്നുണ്ട് ചിലരുണ്ട്, എല്ലാവരും പറഞ്ഞില്ല, ചിലർ പ്രിപ്പയറായി വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഒരു ഡിഫറെൻ്റ് ആയിരിക്കാനും സാധ്യതയുള്ളൂ. ഈ ബിഹേവിയർ ആവാൻ ഒരു വഴിയില്ല. പക്ഷേ ഈ ബിഹേവിയർ അവിടെ കാണിക്കുന്നത് കൊണ്ട് അത് അവർക്കാണ് ഗുഡ് ഓർ ബാഡ് അവർ അനുഭവിച്ചേ പറ്റും പിന്നെ ലൈഫ് ടൈം. പിന്നെ അവരുടെ അത് അവർക്ക് ടാഗാണ് കൊടുക്കുന്ന നാട്ടുകാർ. എന്താണെങ്കിലും നെവിൻ്റെ ഭാഗത്തുനിന്ന് ഷാനവാസിനോടുണ്ടായ ഒരു ഫിസിക്കൽ സാധനം, ആ ഒരു ഭക്ഷണം സാധനം എടുത്ത് എറിഞ്ഞ് അയാളെ ആ രീതിയിൽ ഇതാക്കിയതിനോട് ആ ഗെയിം ഞാൻ പറഞ്ഞല്ലോ, ഗെയിം വൈസ് പ്രൊവോക്കേഷൻ സാധനം ബിഗ് ബോസ് റൂൾസ് ഗെയിം വൈസ് നമ്മൾ ഈ ഒരു ലെവൽ ഓഫ് പ്രൊവോക്കേഷൻ നമ്മൾ കണ്ടു കാണില്ല. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് ഇത് അൺആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, എസ്പെഷ്യലി അക്ബറും ഈ പറഞ്ഞ നെവിനും ആര്യനും ഒക്കെ ആ സംഗതി അൺആക്സെപ്റ്റബിളാണ്. ഒരാൾ നിലത്ത് വീണ് കിടക്കുമ്പോഴല്ല ആ ഒരു നാടകം ഡ്രാമ ഡയലോഗ് അടിക്കേണ്ടത്. അത് പറയുമ്പോൾ തന്നെ അയാൾ അവിടെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ മേൽ ബ്ലെയിം അടിക്കാൻ വേണ്ടി ഇവരെടുത്ത ടൈം, ഇവരെടുത്ത ആ ഒരു കണ്ടന്റ് സ്പേസ് അതും അൺആക്സെപ്റ്റബിൾ. ആ കാര്യത്തിലൊക്കെ സാബുമാനും അനീഷൊക്കെയാണ് അതിനകത്ത് മാറി നിന്ന് അയാളുടെ ഹെൽത്തിന് വേണ്ടി പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഫോർ സ്ക്രീൻ സ്പേസ് ആൻഡ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് പട്ടാ ഗേൾസ് നിന്നത്. അപ്പോൾ പട്ടാ ഗേൾസ് മറ്റവരൊന്നും ഒരു മാറ്റവും ഇല്ല, എല്ലാം അതിൻ്റെ പരിപാടിയാണ്. ബേസിക്കലി അവരുടെ ആ ഒരു സംഗതിയാണ് ഫില്ല് ചെയ്തു. അക്ബറിനോടുള്ളൊരു സംഗതി ആദില അനോറയ്ക്കും അടിച്ചു, നെവിനോടുള്ളൊരു സാധനം നമ്മളെ അനുമോളും അടിച്ചു, ഇവർ തിരിച്ച് പട്ടാ ഗേൾസിനോടുള്ള സാധനം ഇവരും അടിച്ചു. ഷാനവാസിന് നോക്കിയതേ ഇല്ല. ബിഗ് ബോസ് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തു. ഹാർട്ടിനൊക്കെ സീനുള്ള ഒരാളുടെ ഓരോ സെക്കൻഡ് ലൈഫിലും ഇമ്പോർട്ടൻ്റാണ്. അത് അനീഷിന് മനസ്സിലാവും, അക്ബറിന് മനസ്സിലാവേണ്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരാദ്യം മനസ്സിലാക്കിയില്ല. അവർക്കൊക്കെ അപ്പോഴും ആ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് അവർ റിയലൈസ് ചെയ്യുന്നത്. അത് സത്യത്തിൽ ലാലേട്ടൻ വരുമ്പോൾ അത് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ആ സാധനം നിർത്തി പഠിപ്പിച്ചു കൊടുക്കണം.